ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. 46 മിനിറ്റ്. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് എന്ന് ഏതു യാത്രയിൽ? ഉത്തരം 26/7/1971 അപ്പോളോ 15 യാത്രയിൽ. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഹീലിയം, നിയോൺ. നാസയുടെ ആസ്ഥാനം? ഉത്തരം അമേരിക്കയിലെ വാഷിംഗ്ടൺ. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഏതാണ്? ഉത്തരം വൈനു ബാപ്പു ടെലിസ്കോപ്പ്. തമിഴ്നാട്ടിലെ കവലൂരിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹം? ഉത്തരം മെറീനർ 2. നാസയുടെ വിക്ഷേപണ കേന്ദ്രം? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്റർ. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ഭൂമിയിൽ നിന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച തപാൽ മുദ്ര പതിപ്പിച്ച ഒരു കവർ ഒരു തപാൽ സഞ്ചിയിൽ കൊണ്ടുപോയി സ്കോട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിച്ചു. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തരം ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തി? ഉത്തരം ജോൺ യങ്. അപ്പോളോ 16 മിഷൻ കമാൻഡർ ആയിരുന്നു ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്നുപോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. ഇതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടതെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. അണു സംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം? ഉത്തരം ഹീലിയം 3. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,403 കിലോമീറ്റർ. ചാന്ദ്രയാൻ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 22. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില? ഉത്തരം 137 ഡിഗ്രി സെൽഷ്യസ്. ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര്? ഉത്തരം ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ മിഷൻ ചെക്ക്ഔട്ട് ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഖുഷ്ബു മിർസ. PSLV ഭ്രമണപഥത്തിലെത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഹംസാദ്. ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം PSLV C-11. 2008 ഒക്ടോബർ 22 PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം ചാന്ദ്രയാൻ 1. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാണ്? ഉത്തരം 2008 നവംബർ 14. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന ഇന്ത്യൻ സന്ദേശം ചന്ദ്രനിൽ നിക്ഷേപിച്ച യാത്ര? ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഉത്തരം 1969 അപ്പോളോ 11 എന്ന യാത്രയിൽ ശ്രീ VV ഗിരിയാണ് ഇങ്ങനൊരു സന്ദേശം എഴുതിയത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി?
ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ്. ഉത്തരം ഹോമി ഭാഭ. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പി. ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര്. ഉത്തരം ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണരൂപം. നാസ മൂണ്ട് അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം റാൽഫ് റെനെ. ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേര്. ഉത്തരം ഇൻസാറ്റ്. ISROയുടെ ആസ്ഥാനം. ഉത്തരം ബാംഗ്ലൂർ. കാലാവസ്ഥ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹം. ഉത്തരം സാറ്റലൈറ്റ് മെറ്റ്സാറ്റ് മെറ്റീരിയോളജിക്കൽ. 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദര സൂചകമായി മെറ്റ്സാറ്റിനെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? ഉത്തരം കൽപ്പന. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ. ഉത്തരം നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. 2007 സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ജപ്പാന്റെ ബഹിരാകാശ വാഹനം. ഉത്തരം കഗുയ. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്താറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേര്. ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ്. ഉത്തരം ഏകദേശം 60 ലക്ഷം മെട്രിക് ടൺ ജലം. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ. ഫ്രാൻസിസ് മക്കൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും എന്തിനെക്കുറിച്ചായിരുന്നു പഠനം നടത്തിയത്? ഉത്തരം ചന്ദ്രനിലെ പാറകളിലെ അപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിനെ കുറിച്ച്. ചാന്ദ്രയാൻ 1 പദ്ധതി ചെലവ് എത്രയാണ്? ഉത്തരം ഏകദേശം 386 കോടി രൂപ. ചാന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്ര തവണ കറങ്ങി എത്ര ചിത്രങ്ങൾ അയച്ചു? ഉത്തരം 3400 തവണ കറങ്ങി 70,000 ചിത്രങ്ങൾ അയച്ചു. ആലീസ് പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നുവെന്ന് കരുതപ്പെടുന്ന അല്പായുസ് മാത്രമുള്ള കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയുടെ പേര്. ഉത്തരം ചാന്ദ്രയാൻ. ചാന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രപേടകത്തിൽ നിന്നും വേർപെട്ട MIP അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കുതിച്ചത്? ഉത്തരം മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗത്തിൽ. MIPയിൽ നിന്ന് ആദ്യ സിഗ്നൽ എത്തിയത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിനടുത്ത് ബെലാലുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്ക്. പേലോഡുകൾ എന്നാൽ എന്താണ്? ഉത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ. ചന്ദ്രന്റെ ഉപരിതല പരീക്ഷണങ്ങൾ നടത്താൻ ചാന്ദ്രയാൻ 1 എത്ര പേലോഡുകളാണ് ഘടിപ്പിച്ചിരുന്നത്? ഉത്തരം 11. ഇവയിൽ 5 എണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതും ബാക്കി 6 എണ്ണം വിദേശ നിർമ്മിതവും ആണ്. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്?
ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചാന്ദ്രയാൻ 1 വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, റഡാർ, മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ISRO ചെയർമാനായിരുന്ന G മാധവൻ നായർ. സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകുന്നുള്ള കാരണം? ഉത്തരം ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാൽ. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം? ഉത്തരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം. നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹ പദാർത്ഥങ്ങളുമായ വസ്തുക്കൾ. ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ നക്ഷത്രങ്ങൾ മറയുന്നത് കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്? ഉത്തരം ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട്. ഏത് പ്രദേശത്താണ് ധാരാളം ചിഹ്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കെർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്ത്. വാൽ നക്ഷത്രങ്ങൾ ഏത് പ്രദേശത്താണ് കോടിക്കണക്കിനുള്ളത്? ഉത്തരം ഊർട്ട് ക്ലൗഡ് പ്രദേശത്ത്. എവിടെ നിന്നും വരുന്ന വസ്തുക്കളാണ് വാൽ നക്ഷത്രങ്ങളായി ദൃശ്യമാകുന്നത്? ഉത്തരം നെപ്റ്റ്യൂണിനപ്പുറമുള്ള പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച് സൂര്യന്റെ സമീപത്തേക്ക് വരുന്ന വസ്തുക്കൾ. ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കുന്നതിന് ഉപയോഗിച്ച ഉപകരണം? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. MIP നിർമ്മിച്ചത് എവിടെയാണ്? തുമ്പ VSSയുടെ ആസ്ഥാനത്ത്. MIPയുടെ ഭാരം? ഉത്തരം 40 കിലോഗ്രാം. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൂൺ ട്രീറ്റി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതു രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോക്സിൻ രൂപത്തിൽ. ഹൈഡ്രോക്സിൻ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32 ഔൺസ്. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ്? ഉത്തരം 50 ലക്ഷം ടൺ. ഭൂമിയിലെ ഹീലിയത്തിന്റെ അളവ്? ഉത്തരം 15 ടൺ. യൂറോപ്പിലെ ചാന്ദ്രയാൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഡെറ്റ്ലഫ് കോഷ്ടി. ചാന്ദ്രയാൻ 1ന്റെ വേഗത? ഉത്തരം സെക്കൻഡിൽ 10 കിലോമീറ്റർ. ഇന്ത്യ വിക്ഷേപിച്ച 2ാമത്തെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം ഓഷ്യൻസാറ്റ് 2. എജൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉപഗ്രഹമാണ്? ഉത്തരം മൈക്രോ സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭാരം കുറഞ്ഞ ഉപഗ്രഹം. വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പഠനത്തിലുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനം? ഉത്തരം AMM. ഫ്രഞ്ച് വിക്ഷേപണ കമ്പനി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അരിയാൻ സ്പേസ്. PSLV C8ന്റെ വാണിജ്യ പ്രാധാന്യം കൂടാതെയുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? ഉത്തരം കോർ എലോൺ വിക്ഷേപണ വാഹനം എന്നത്. മംഗൾയാന്റെ ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? ഉത്തരം PSLV. PSLVയുടെ പൂർണ്ണരൂപം? ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചാന്ദ്ര ദൗത്യ പേടകം വിക്ഷേപിക്കുമ്പോഴുണ്ടായിരുന്ന ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. ISRO ചന്ദ്രനിലേക്ക് അയച്ച യാത്രക്കാരില്ലാത്ത യാന്ത്രിക പേടകം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്താണ്? ഉത്തരം ചന്ദ്രനിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന പേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുവാനായി നിർമ്മിച്ച ഭാഗം.
ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ലോകത്തിന്റെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. M3 എന്ന ഉപകരണത്തിന്റെ പൂർണ്ണരൂപം? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. M3 വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം USA. ഹൈസിയുടെ പൂർണ്ണരൂപം? ഉത്തരം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ. M3യുടെ സവിശേഷത? ഉത്തരം 430 മുതൽ 3000 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ തിരിച്ചറിഞ്ഞത്. M3 ഡിസൈൻ ചെയ്യാൻ നാസ ഉപയോഗിച്ച 2 ഓർഗനൈസേഷനുകൾ? ഉത്തരം ഹൂസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി, ദ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്നിവ. ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രാംജെറ്റ് വാഹനത്തിന്റെ പേര്? ഉത്തരം RLV. ചാന്ദ്രയാൻ എഞ്ചിന് ഇന്ധനം നൽകുന്ന മോട്ടറിന്റെ പേര്? ഉത്തരം ലാം അല്ലെങ്കിൽ ലിക്വിഡ് അപ്പോജി മോട്ടോർ. ചാന്ദ്രയാന് ഇന്ധനം നൽകുന്ന ലാം എന്ന മോട്ടോർ നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. 4 ഘട്ടം ഉള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം? ഉത്തരം സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് ലോ എർത്ത് ഓർബിറ്റലിലെത്താൻ സാധിച്ചിരുന്ന ഭാരം? ഉത്തരം ഏകദേശം 40 കിലോഗ്രാം ഭാരം. 5 ഘട്ടങ്ങൾ ഉള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം? ഉത്തരം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് ലോ എർത്ത് ഓർബിറ്റലിൽ എത്തിക്കുവാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 150 കിലോഗ്രാം. 4 ഘട്ടം ഉള്ളതും ഖരദ്രാവക ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം? ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് പോളാർ ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 30,000 കിലോഗ്രാം. 3 ഘട്ടങ്ങൾ ഉള്ളതും ദ്രാവക ക്രയോജനിക് ഘട്ടങ്ങളും ഉള്ളതുമായ വിക്ഷേപണ വാഹനം? ഉത്തരം ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റൽ ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റിനെ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം 2000 കിലോഗ്രാം ഭാരം. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C8. PSLV C8 വിക്ഷേപിച്ച ഇറ്റാലിയൻ ഉപഗ്രഹത്തിന്റെ പേര്? ഉത്തരം എജൽ. ഇറ്റലിയുടെ എജൽ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ISRO ചിലവാക്കിയ തുക? ഉത്തരം 70 കോടി രൂപ. ഏത് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹമാണ് എജൽ? ഉത്തരം ഗാമ രശ്മികൾ, പൾസർ, സൂപ്പർനോവ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹം. എജൽ ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 360 കിലോഗ്രാം. ഉപഗ്രഹം വിക്ഷേപിക്കാൻ അന്താരാഷ്ട്ര വിക്ഷേപണ വിപണിയിൽ ഈടാക്കുന്ന തുക? ഉത്തരം കിലോഗ്രാമിന് $15,000 മുതൽ $20,000 വരെ. ഉപഗ്രഹ വിക്ഷേപണത്തിനും ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്ത്യൻ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഓഷ്യൻ സാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C13. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹം എന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം 2009 സെപ്റ്റംബർ 23. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 952 കിലോഗ്രാം. ഓഷ്യൻ സാറ്റിന്റെ ചെലവ്? ഉത്തരം 70 കോടി രൂപ. ഓഷ്യൻ സാറ്റ് 1 ഉപഗ്രഹത്തിന്റെ സേവന കാലാവധി? ഉത്തരം 10 വർഷം. ഓഷ്യൻ സാറ്റ് 2വിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ?
ഉത്തരം സമുദ്രത്തിൽ മത്സ്യസമൃദ്ധമായ പ്രദേശങ്ങൾ കണ്ടെത്തുക, കടലിന്റെ സ്വഭാവത്തിന്റെയും സമുദ്രതീരത്തിന്റെയും പഠനം, കാലാവസ്ഥാ പ്രവചനവും പഠനവും തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. റോസ് എന്ന ഉപകരണം വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇറ്റാലിയൻ സ്പേസ് ഏജൻസി. ഇന്ത്യൻ റഡാർ ചാര ഉപഗ്രഹം ഏതാണ്? ഉത്തരം റീസാറ്റ് 2. ഓഷ്യൻ സാറ്റ് 2-വിൽ ഉള്ള പ്രധാന 3 ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? സമുദ്രവർണ്ണ നിരീക്ഷണ ഉപഗ്രഹം, സ്കാറ്റ്, റോസ. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിനാവശ്യമായ ഊർജം കിട്ടുന്നത് എങ്ങനെയാണ്? ഉത്തരം 15 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള സൗര പാനലുകൾ സൃഷ്ടിക്കുന്ന 13,600 വൈദ്യുതിക്ക് പുറമെ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള 2 നിക്കൽ കാഡ്മിയം ബാറ്ററികളും ഊർജം നൽകുന്നു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹം. ഉത്തരം എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റിന്റെ ഉപഗ്രഹ വിക്ഷേപണ പേടകം. ഉത്തരം GSLV F1. ലാപ്പിന്റെ പൂർണ്ണരൂപം. ഉത്തരം ലൈമാൻ ആൽഫ ഫോട്ടോമീറ്റർ. എഡ്യൂസാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉത്തരം 1950 കിലോഗ്രാം. ബഹിരാകാശ യാത്രികർ ധരിക്കുന്ന പ്രത്യേക വേഷ സംവിധാനത്തിന്റെ പേര്. ഉത്തരം സ്പേസ് സ്യൂട്ട്. സ്പേസ് സ്യൂട്ടിന്റെ വില, ഭാരം. ഉത്തരം ഏകദേശം 18 ലക്ഷം രൂപയും 300 കിലോഗ്രാം ഭാരവും. സ്പേസ് സ്യൂട്ട് ധരിക്കാൻ വേണ്ട സമയം എത്ര? ധരിക്കാൻ എത്ര ആളുകളുടെ സഹായം വേണം? ഉത്തരം സ്പേസ് സ്യൂട്ട് ധരിക്കാൻ 3 മണിക്കൂർ ആവശ്യമാണ്. 3 പേരുടെ സഹായം വേണം. സ്പേസ് സ്യൂട്ടിന്റെ പ്രത്യേകത. ഉത്തരം 11.5 മണിക്കൂർ പുറത്തു നിന്നുള്ള ഒരു സഹായവും കൂടാതെ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. യാത്രികരുടെ രക്തസമ്മർദ്ദം, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയവ ഭൂമിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. മനുഷ്യന്റെ വാസസ്ഥലമായേക്കാം എന്ന വിശ്വാസത്തിന് അനുകൂലമായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചന്ദ്രന്റെ ഭൂമധ്യരേഖയ്ക്ക് അരികിലുള്ള 2 കിലോമീറ്റർ നീളവും 360 മീറ്റർ വീതിയുമുള്ള ഗുഹ. വളരെ മുൻപ് തന്നെ ചന്ദ്രനിലെ ഗുഹകൾ കണ്ടെത്തിയ ജപ്പാന്റെ ബഹിരാകാശ പേടകം. ഉത്തരം കഗുയ. മനുഷ്യനെ കയറ്റിയ ആദ്യത്തെ അപ്പോളോ വാഹനം. ഉത്തരം അപ്പോളോ 7. മനുഷ്യനെ കയറ്റിയ ആദ്യ അപ്പോളോ വാഹനത്തിലെ യാത്രികർ ആരെല്ലാമായിരുന്നു? ഉത്തരം വാൾട്ടർ ഷിറ, മോൺ ജെസ്ലി, വാൾട്ടർ കണ്ണിംഗ്ഹാം. ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആദ്യ അപ്പോളോ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 8. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചാന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. ചന്ദ്രന്റെ സ്വയം ഭ്രമണകാലം എത്രയാണ്? ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പരിക്രമണ കാലം. ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ചന്ദ്രന്റെ ഒരേ വശം തന്നെയാണ് ഭൂമിയിൽ നിന്നും എപ്പോഴും കാണാൻ കഴിയുക. അതിനുള്ള കാരണം? ഉത്തരം ചന്ദ്രനിലെ പരിക്രമണകാലവും ഭ്രമണകാലവും തുല്യമായതുകൊണ്ട്. ചാന്ദ്രജീപ്പ് മണിക്കൂറിൽ 17 കിലോമീറ്റർ ഓടിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഏതു യാത്രയിൽ? ഉത്തരം ജോൺ യങ് തന്റെ അപ്പോളോ 16-ാമത്തെ യാത്രയിൽ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു യാത്രികരായിരുന്നു തോമസ് മാറ്റിംഗ്ലി, ചാൾസ് ഡ്യൂക്ക് എന്നിവർ. ചന്ദ്രനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾക്കായി ജപ്പാൻ ഒരുക്കുന്ന 2 പദ്ധതികൾ. ഉത്തരം ലൂണാറും സെലീനയും. ചാന്ദ്രജീപ്പായ ലൂണാർ റോവറിന്റെ നീളവും ഉയരവും. ഉത്തരം 10 അടി 2 ഇഞ്ച് നീളം, 44 ഇഞ്ച് ഉയരം, 450 പൗണ്ട് ഭാരം, 4 ചക്രങ്ങൾ, ഹാർഡ് കൺട്രോൾ ഉപയോഗിച്ച് സഞ്ചാരം, ഭൂമിയിലെ 1000 പൗണ്ട് ഭാരം വഹിക്കാനുള്ള കഴിവ്. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം. ഉത്തരം ചന്ദ്രൻ. ഹീലിയോസ്ഫിയർ എന്താണ്?
ഉത്തരം സൂര്യന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന സ്പേസിലെ പ്രദേശം. സൂര്യന്റെ ഘടന. ഉത്തരം സൂര്യനിൽ 70% ഹൈഡ്രജനും 28% ഹീലിയവും 2% ഭാരമേറിയ മറ്റു മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. സൂര്യനിലേക്ക് അയക്കുന്ന ബഹിരാകാശ വാഹനം. ഉത്തരം ആദിത്യ. സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളി. ഉത്തരം കൊറോണ. കൊറോണയെ പറ്റി പഠിക്കുന്ന ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതി. ഉത്തരം ആദിത്യ. കൊറോണയിലെ കുറഞ്ഞ ചൂട്. ഉത്തരം 8 ലക്ഷം ഡിഗ്രി സെൽഷ്യസ്. സൗരയൂഥത്തിന്റെ ദ്രവ്യമാനത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രഹങ്ങൾ. ഉത്തരം സൂര്യനും വലിയ വാതക ഗ്രഹമായ വ്യാഴവും. സൂര്യനെ ഏത് തരത്തിലുള്ള നക്ഷത്രമായാണ് പറയുന്നത്? ഉത്തരം ഒരിടത്തരം മഞ്ഞ നക്ഷത്രമായി. സൗരയൂഥം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന 8 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ അടങ്ങുന്നതുമാണ് സൗരയൂഥം. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ രാജ്യം. ടെർമിനേഷൻ ഷോക്ക് എന്നാൽ എന്താണ്? ഉത്തരം സൗരക്കാറ്റിന്റെ വേഗം കുറയാൻ തുടങ്ങുന്ന ഇടമാണ് ടെർമിനേഷൻ ഷോക്ക്. നിലാവ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് നിലാവ് എന്ന് പറയുന്നത്. നിലാവിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഏത് ദിവസമാണ്? ഉത്തരം പൗർണമി ദിവസം. നിലാവിന്റെ മറ്റൊരു പേര്? ഉത്തരം രാവെളിച്ചം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ആദ്യത്തെ ബഹിരാകാശ യാത്രിക ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ബഹിരാകാശത്ത് വെച്ച് പേടകത്തിന് പുറത്തിറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ ആരാണ്? ഉത്തരം അലക്സി ലിയോനോവ്. GPS സംവിധാനത്തിന്റെ ഇന്ത്യൻ മേഖലയിലെ കൃത്യത ഉയർത്താനുള്ള ISROയുടെ ഗവേഷണ പദ്ധതി. ഉത്തരം ഗഗൻ. വ്യാഴത്തെ ഭൂമിയുടെ രക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം അനേകം വസ്തുക്കൾ സൂര്യന്റെ സമീപത്തേക്ക് കുതിക്കുന്നുണ്ട്. ഈ പാച്ചിലിനിടയിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ ഇവ കടക്കുന്നത് നമുക്ക് അപകടകരമാണ്. എന്നാൽ ഭൂമിയുടെ സമീപത്തെത്തുന്നതിന് മുൻപ് വ്യാഴം അതിന്റെ വലിയ ദ്രവ്യമാനം മൂലമുള്ള ഗുരുത്വാകർഷണത്തിൽ മിക്ക വസ്തുക്കളെയും ആ ഗ്രഹത്തിനടുത്തേക്ക് വലിച്ചടിപ്പിച്ച് പതിപ്പിക്കുന്നു. 1994 വ്യാഴത്തിൽ പതിച്ച വാൽ നക്ഷത്രത്തിന്റെ പേര്? ഉത്തരം ഷൂമാക്കർ ലെവി 9. ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഗലീലിയോ. യുറാനസ് ഗ്രഹം നീല കലർന്ന പച്ച നിറമായി കാണപ്പെടാൻ കാരണം? ഉത്തരം മീഥേൻ വാതകം. യുറാനസിന് ചുറ്റുമുള്ള 13 വലയങ്ങളിൽ ഏറ്റവും ഉള്ളിലുള്ള വലയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സീറ്റ. കിഴക്ക് ഭാഗത്ത് പ്രഭാത നക്ഷത്രമായും പടിഞ്ഞാറ് സായന നക്ഷത്രമായും കാണുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം? ഉത്തരം ഭൂമി. ഭൂമിയുടെ 71% എന്താണ്? ഉത്തരം മഹാസമുദ്രം. വ്യാഴത്തിന്റെ ഉപഗ്രഹം? ഉത്തരം ഗാനിമേഡ്. സ്വന്തം കാന്തിക മണ്ഡലമുള്ള ഉപഗ്രഹം? ഉത്തരം ഗാനിമേഡ്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം പൗർണമി ദിനത്തിൽ. സൂര്യഗ്രഹണം നടക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം അമാവാസി ദിവസം. ഗ്രഹണങ്ങളുടെ ആവർത്തനം വിശദീകരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം സാരോസ് ചക്രം ഉപയോഗിച്ച്. സാരോസ് ചക്രത്തിന്റെ കാലയളവ്?
ഉത്തരം 18 വർഷവും 11 ദിവസവും 8 മണിക്കൂറും. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു. പ്ലാനറ്റ് ഷൈൻ എന്ന പ്രതിഭാസം ഏത് ദിനങ്ങളിലാണ് കൂടുതലായി വ്യക്തമായി കാണാനാകുന്നത്? ഉത്തരം അമാവാസിയോടടുത്ത ദിനങ്ങളിൽ. ചന്ദ്രനും സൂര്യനുമെല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണ്? ഉത്തരം അനക്സിഗോരാസ്. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാൻ. പ്രകാശത്തിനു പോലും മുക്തമാകാനാവാത്തത്ര ഗാഢമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ പ്രതിഭാസം. ഉത്തരം തമോഗർത്തം. സൂര്യ സിദ്ധാന്തം എന്ന വാന നിരീക്ഷണ ശാസ്ത്ര ഗ്രന്ഥം രചിച്ച പ്രാചീന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ആര്യഭടൻ. ആസ്ട്രോമെട്രി എന്നാൽ എന്താണ്? ഉത്തരം ആകാശത്തിൽ ഒരു നക്ഷത്രത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുകയും ആ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനെ ആസ്ട്രോമെട്രി എന്ന് പറയുന്നു. നക്ഷത്രങ്ങളുടെ ഈറ്റില്ലം? ഉത്തരം നെബുലകൾ. ചൊവ്വാഗ്രഹത്തിന്റെ ചുവപ്പ് നിറത്തിനുള്ള കാരണം? ഉത്തരം അയൺ ഓക്സീകരിക്കുന്നത് മൂലം ഈ ഗ്രഹത്തിന് തുരുമ്പിന്റെ ചുവപ്പ് നിറമാണ് ഉള്ളത്. മാഗ്മ സമുദ്രത്തിന്റെ ആഴം? ഉത്തരം 500 കിലോമീറ്റർ. ഒരു മാസം ഇടവിട്ടുണ്ടാകുന്ന ചന്ദ്രകമ്പനങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? ഉത്തരം ഭൂമിയിൽ നിന്നുള്ള ടൈഡൽ ബലങ്ങൾ. ചന്ദ്രനിലെ വലിയ ഗർത്തങ്ങളോടനുബന്ധിച്ച് ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വർധന ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാസ് കോണുകൾ. ചന്ദ്രന് ചുറ്റുമുള്ള ബഹിരാകാശ വാഹനത്തിന്റെ പരിക്രമണത്തിൽ സ്വാധീനിക്കുന്നത് എന്താണ്? ഉത്തരം മാസ് കോണുകൾ. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. ഗ്രഹണം എന്ന പ്രതിഭാസം എന്താണ്? ഉത്തരം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരു നേർരേഖയിൽ വരുന്നതാണ് ഗ്രഹണമെന്ന പ്രതിഭാസം. ചൊവ്വയിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നൽകിയിട്ടുള്ള പേരെന്ത്? ഉത്തരം ലാബിറന്തസ് നോക്ടീസ്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഒളിമ്പസ് മോൺസ്. ചൊവ്വയിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയന്റെ മാഴ്സ് 3. തമോഗർത്തം എന്ന ആശയം അവതരിപ്പിച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജോൺ ആർച്ചിബാൾഡ് വീലർ. ബഹിരാകാശ യാത്ര നടത്തിയ അമേരിക്കൻ പൗരത്വമുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കൽപ്പന ചൗള. ഒരു ബഹിരാകാശ ദൗത്യത്തെ നിയന്ത്രിച്ച ലോകത്തിലെ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം കേണൽ എയ്ലിൻ കൊളിൻസ്. കോമറ്റ് ബാപ്പോ ബേക്ക് ന്യൂകെർക്ക് എന്ന ഒരു വാൽ നക്ഷത്രത്തിന് പേരു നൽകിയത് ഒരു തലശ്ശേരിക്കാരന്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ്. ആരാണ് ഈ മലയാളി? ഉത്തരം ഡോക്ടർ MK വേണുബാപ്പു. നക്ഷത്രങ്ങൾ വെള്ളക്കുള്ളന്മാരായി പരിണമിക്കുന്നതിനെ പറ്റിയുള്ള ചന്ദ്രശേഖര പരിധി എന്ന സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഡോക്ടർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ബുധന് സമീപമെത്തി വിവരങ്ങൾ ശേഖരിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം മരീനർ 10.
പ്രപഞ്ചത്തിൽ ഇതുവരെ വെച്ച് കണ്ടെത്തിയിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വിദൂരമായ വസ്തുക്കൾ ഏതാണ്? ഉത്തരം ക്വാസറുകൾ. 2013 ഇന്ത്യയുടെ സുപ്രധാന സൗരയൂഥ ദൗത്യം. ഉത്തരം ഓർബിറ്റൽ. 2014 യുഎസിന്റെ സൗരയൂഥ ദൗത്യം. ഉത്തരം മാവിൻ. 2014 ഇന്ത്യയുടെ സുപ്രധാന സൗരയൂഥ ദൗത്യം. ഉത്തരം അസ്ട്രോസാറ്റ്. 2014 ചൈനയുടെ സൗരയൂഥ ദൗത്യം. ഉത്തരം ചാങ്ഹെ. 2014 സെപ്റ്റംബർ 24 ചരിത്രത്തിലെ റെഡ് ലെറ്റർ ഡേ ആയി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം മാർസ് ഓർബിറ്റർ മിഷൻ വിജയകരമായതുകൊണ്ട്. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഉത്തരം നൈട്രജൻ. ചാന്ദ്രയാൻ 1 ദൗത്യത്തിൽ ഇന്ത്യയുടെ സുവർണ നേട്ടം എന്താണ്? ഉത്തരം ആദ്യ പര്യവേഷണത്തിൽ തന്നെ പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനായത്. ചന്ദ്രനിൽ വെച്ച് ഗലീലിയോവിന്റെ തൂവലും ചുറ്റികയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം യൂജിൻ സർനാൻ. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ചാന്ദ്രയാൻ 1 ഏത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന്. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ്. ഉത്തരം ജോർജ് ഗാമോവ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഏത് വിഖ്യാത ശാസ്ത്രജ്ഞന്റെ രചനയാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. 1997 ചൊവ്വയിലിറങ്ങിയ പാത്ത് ഫൈൻഡർ വാഹനത്തിൽ നിന്ന് വേർപെട്ട റോബോട്ടിന്റെ പേര്? ഉത്തരം സോജേണർ. 1997 ജൂലൈ 4 ചൊവ്വയിലിറങ്ങിയ US വാഹനം ഏതാണ്? ഉത്തരം പാത്ത് ഫൈൻഡർ. പേട്രിയറ്റ് ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത മിസൈലാണ്? ഉത്തരം അമേരിക്ക. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാഗ് ഏത് തരം മിസൈലാണ്? ഉത്തരം ടാങ്ക് വേദ മിസൈൽ. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. അഗ്നി മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം ഇന്ത്യ. ICBM എന്നാൽ എന്താണ്? ഉത്തരം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അനശ്വര പ്രകാശത്തിന്റെ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ചന്ദ്രന്റെ വടക്കൻ ധ്രുവ പ്രദേശത്ത്. ഒരേ മാസത്തിലുണ്ടാവുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ബ്ലൂ മൂൺ. ചന്ദ്രന്റെ പ്രായം? ഉത്തരം 450 കോടി വർഷം. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചാന്ദ്രയാൻ 1 സഹകരിച്ച വിദേശ രാജ്യങ്ങൾ? ഉത്തരം അമേരിക്കയും യൂറോപ്പും. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാം. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ രാത്രി ഭൂമിയിലേതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭൂരിഭാഗം വേലിയേറ്റവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലം. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്നത്? ഉത്തരം മാഗ്മ സമുദ്രം. ചന്ദ്രനിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ട വെള്ളത്തിന്റെ അളവ്? ഉത്തരം 1 കിലോമീറ്ററോളം. ചന്ദ്രനിലെ പൊടിയിലെ പ്രധാന ഘടകം? ഉത്തരം സിലിക്കൺ ഡയോക്സൈഡ്, കാൽസ്യം, മഗ്നീഷ്യം. ചന്ദ്രനിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം സൗത്ത് പോൾ എയ്റ്റ്കൻ ബേസിൻ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണുന്ന മരിയ എന്നറിയപ്പെടുന്ന കറുത്ത പാടുകൾ എന്താണ്? ഉത്തരം ബസാൾട്ട് ലാവകൾ ഒഴുകിയിറങ്ങി രൂപപ്പെട്ടവയാണ് ഈ കറുത്ത പാടുകൾ. ടെറെ എന്നാൽ എന്താണ്?
ഉത്തരം ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങളെയാണ് ടെറേ എന്ന് പറയുന്നത്. റെഗോലിത്ത് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പുറന്തോടിന് മുകളിലായി ഒരു പുതപ്പ് പോലെയും ഇരുണ്ട ഗോലി പോലുള്ള പാറ കഷ്ണങ്ങളുടെയും ഒരു ആവരണമുണ്ട്. ഇതാണ് റെഗോലിത്ത്. റെഗോലിത്തിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം മെഗാ റെഗോലിത്ത്. റെഗോലിത്തിൽ ഹൈഡ്രജന്റെ അളവ് വളരെയധികമെന്ന് കണ്ടെത്തിയ ഉപകരണം? ഉത്തരം ലൂണാർ പ്രോസ്പെക്ടറിന്റെ ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ. കൽപ്പന ചൗള ജനിച്ചത് എവിടെയാണ്? ഉത്തരം 1961 ജൂലൈ 1 ഇന്ത്യയിലെ ഹരിയാനയിലെ കർണാലിൽ. കൽപ്പന ചൗളയുടെ ഭർത്താവ്? വൈമാനിക പരിശീലകനായ ജീൻ പിയറി ഹാരിസൺ. കൽപ്പന ചൗള ഭ്രമണപഥത്തിലെത്തിച്ച നാസയുടെ കൃത്രിമ ഉപഗ്രഹം? ഉത്തരം സ്പാർട്ടൺ 204. കൽപ്പന ചൗളയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയുടെ ഗവേഷണ ദൗത്യം? ഉത്തരം ബഹിരാകാശത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണം. രാകേഷ് ശർമ്മ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ഇന്ത്യയിലെ പഞ്ചാബിലെ പാട്ടിയാലയിൽ. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സ്പുട്നിക് 1. സൗണ്ടിംഗ് റോക്കറ്റുകളുടെ ദൂരപരിധി? ഉത്തരം 50 മുതൽ 1500 കിലോമീറ്റർ വരെ. കാലാവസ്ഥാ ബലൂൺ ഭൗമ ഉപരിതലത്തിൽ നിന്നും പോകാറുള്ള ഉയരം? ഉത്തരം 40 കിലോമീറ്റർ. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം? ഉത്തരം തുളസി. വെക്ടേഴ്സ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പദ്ധതി? ഉത്തരം രാജ്യത്തെ മൊത്തം വിദ്യാലയങ്ങളിൽ നേരിട്ട് വിദ്യാഭ്യാസം എത്തിക്കുന്ന പദ്ധതിയാണ് എഡ്യൂസാറ്റ് വഴി വിഭാവനം ചെയ്യുന്നത്. സൗണ്ടിംഗ് റോക്കറ്റുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഉത്തരം അന്തരീക്ഷ പരീക്ഷണങ്ങൾക്കായുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനും പരീക്ഷണങ്ങൾ നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കുന്നു. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ ഡി. ആഗോളതാപനം എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ ഉപരിതല ഊഷ്മാവ് കൂടുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ആഗോളതാപനത്തിന് കാരണം? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മറ്റ് ഹരിതഗ്രഹ വാതകങ്ങളുടെയും അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണം. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നിങ്ങനെ ആഗോളതാപനം വർദ്ധിക്കാൻ സഹായിക്കുന്നവയെ ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ആഴത്തിലെത്തി നോക്കാനുള്ള ഒരു നാഴികക്കല്ലായ ടെലസ്കോപ്പിന്റെ പേര്? ഉത്തരം ഹബിൾ ടെലസ്കോപ്പ്. ഏറ്റവും വലിയ കെക്ക് ടെലസ്കോപ്പ് എവിടെയാണ്? ഉത്തരം അമേരിക്കയിലെ ഹവായ്. ഷഡ്ഭുജ കോണുകളുള്ള കണ്ണാടികൾ യോജിപ്പിച്ച് തേനീച്ച കൂട് പോലെയാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും ശക്തിയേറിയ ടെലസ്കോപ്പ് ലോകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം റഷ്യയിലെ കോക്കസസ് പർവ്വതനിരകളിൽ. പ്രധാനപ്പെട്ട ശാസ്ത്ര നേട്ടങ്ങൾക്ക് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ഉത്തരം കലിംഗ പ്രൈസ്. ആകാശ സഞ്ചാരത്തിനുള്ള ബലൂണുകളിൽ ഭാരം കുറഞ്ഞ ഹൈഡ്രജന് പകരം ഹൈഡ്രജനേക്കാൾ ഭാരം കൂടിയ ഹീലിയം ഉപയോഗിക്കുന്നതിന് കാരണം? ഉത്തരം ഹീലിയത്തിന് ഹൈഡ്രജനെ പോലെ ജ്വലന സ്വഭാവം ഇല്ല. അന്തരീക്ഷത്തിലെ അപൂർവ വാതകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം നിയോൺ, ആർഗൺ. ഭൂമിയുടെ ബാഹ്യപടലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുൻപ് സൂര്യനിൽ കണ്ടെത്തിയ മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം. ഭൂമിയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും അപൂർവമായ ലോഹം ഏതാണ്? ഉത്തരം റേഡിയം. പ്രകാശവർഷം എന്നാൽ എന്താണ്? ഉത്തരം പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ശൂന്യാകാശത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ്? ഉത്തരം ഹബിൾ ടെലസ്കോപ്പ്.
ഹബിൾ ടെലസ്കോപ്പ് എത്ര നാഴിക ദൂരത്തിലാണ് ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉത്തരം 450 നാഴിക ദൂരത്തിൽ. ഹബിൾ ടെലസ്കോപ്പ് ഭ്രമണപഥത്തിലെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1990-ൽ. ഹബിൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ഹബിൾ. 1961-ൽ സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് ഏത് ഉപഗ്രഹമാണ്? ഉത്തരം നാസയുടെ എക്സ്പ്ലോറർ 10. ഹബിൾ ടെലസ്കോപ്പിന്റെ ജീവിതകാലം എത്ര വർഷമായിരുന്നു? ഉത്തരം 15 വർഷം. സൂര്യപ്രവർത്തന ശക്തിയെ സ്ഥിരമായി നിരീക്ഷിച്ച് സൂര്യനിലെ കണികാക്കാറ്റും ആളിക്കത്തലും ഉണ്ടാകുമ്പോൾ ലോകത്തെ അപ്പോൾ അറിയിക്കുന്നത് ആരാണ്? ഉത്തരം അമേരിക്കയിലെ ശൂന്യാകാശ പരിസ്ഥിതി സർവീസ് സെന്റർ. സൂര്യശക്തിയെ അറിയിക്കാൻ റഷ്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഒന്നിന്റെ പേര്? ഉത്തരം പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റ്. പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റിന്റെ സവിശേഷത? ഉത്തരം പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റ് 4 ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നു. ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ വരെ എത്തുന്നു. 2 ലക്ഷം കിലോമീറ്റർ ദൂരം വരെ ഇത് സഞ്ചരിക്കുന്നു. അടുത്തെത്തുന്നതിനെ പെരിഗി എന്നും ദൂരത്തെത്തുന്നതിനെ അപ്പോഗി എന്നും പറയുന്നു. സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് സോവിയറ്റ് യൂണിയന്റെ ഏത് പരീക്ഷണ ഉപഗ്രഹമായിരുന്നു? ഉത്തരം ലൂണ 3. ഭാവിയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ കണ്ടുപിടിക്കപ്പെടും എന്ന് 400 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനം നടത്തിയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കെപ്ലർ. ബഹിരാകാശത്ത് വെച്ച് ജനിച്ച ആദ്യത്തെ ജീവി? ഉത്തരം കാട. പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ഷാരോൺ. ലോകത്ത് ഇന്നേവരെ നിർമ്മിച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലുതും ശക്തവും സംവേദനക്ഷമവുമായ റേഡിയോ ടെലസ്കോപ്പിന്റെ പേര്? ഉത്തരം സ്ക്വയർ കിലോമീറ്റർ അറേ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാന നിരീക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജമ്മു കാശ്മീരിലെ ലഡാക്ക്. ആദ്യമായി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഇൻസാറ്റ് CR. ചൊവ്വാഗ്രഹത്തിൽ ജീവന്റെ തുടുപ്പ് തേടി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേടകം 26 നവംബർ 2011 യാത്ര തിരിച്ചു. ഈ പേടകത്തിന്റെ പേര് എന്താണ്? ഉത്തരം ക്യൂരിയോസിറ്റി. ആകാശത്തിന്റെ നിറം നീലയായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച ഐറിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ കിറ്റിൽ ഡൺ. ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഗലീലിയോ. താമോദ്വാരങ്ങളെക്കുറിച്ചുള്ള തന്റെ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഡോക്ടർ S ചന്ദ്രശേഖർ. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ക്രിസ്ത്യൻ ഹൈഗൻസ്. ആദ്യമായി നക്ഷത്ര ദൂരം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഫ്രെഡറിക് ബെസൻ. സൗരയൂഥ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കോപ്പർനിക്കസ്. റഡാർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ടെയ്ലർ ഫയങ്. ശബ്ദശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം മെറിൻ മാഴ്സൺ. ഈ ഭൂമിയെ പോലെ എണ്ണമറ്റ ലോകങ്ങൾ ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓരോ ലോകത്തിനും സ്വന്തമായ സൂര്യനുണ്ട്. ഈ പ്രസ്താവനയുമായി കടന്നു വന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം ബ്രൂണോ. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം സർ ഐസക് ന്യൂട്ടൺ. ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം വലിയൊരു നക്ഷത്ര സഞ്ചയമാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം വില്യം ഹെർഷൽ. ഓസോൺ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺബീൻ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ഫ്രം ദ ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ് എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ്?
ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. അന്യ ഗാലക്സിയിലേക്ക് വേം ഹോളിലൂടെ എങ്ങനെ കുറുക്കുവഴി കണ്ടെത്താമെന്ന് കാട്ടിത്തന്ന ഹോളിവുഡ് സൂപ്പർ ഹിറ്റ്. ഉത്തരം ഇന്റർസ്റ്റെല്ലാർ. റിഫ്ലക്ടറി ടെലസ്കോപ്പ് പ്രവർത്തിക്കുന്നത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ഐസക് ന്യൂട്ടൺ. റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? ഉത്തരം കേൾ ജാൻസക്കി. ഭൂമിയുടെ ഭാരം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ. ഉത്തരം കാവൻഡിഷ്. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ സൂര്യനിൽ നിന്നും വരുന്ന താപം ആഗിരണം ചെയ്യുന്നുവെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ജോസഫ് ഫോറിയർ. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത ഒരുപോലെയല്ലെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ലിയോൺ ഫുക്കോൾട്ട്. ക്വാണ്ടം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം മാക്സ് പ്ലാങ്ക്. ഇൻഫ്രാറെഡ് രശ്മികൾ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഹെർഷൽ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന ആധുനിക ഉപകരണം കണ്ടുപിടിച്ചത് ആരെല്ലാമാണ്? ഉത്തരം മാക്സിനോഡ് ഏണസ്റ്റെറസ്ക. ആണവ സംയോജനം മൂലമാണ് നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഹാൻസ് ബെത്ത. കൃത്രിമമായി ശൂന്യത ആദ്യമായി സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ടോറിസെല്ലി. നമ്മുടെ ക്ഷീരപഥത്തിന് സർപ്പിൾ ആകൃതിയാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം വില്യം മോർഗൻ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ വർണ്ണരാജി പഠിച്ച് സൂര്യനിലുള്ള പ്രധാന ഘടകം ഹൈഡ്രജൻ ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ആൻഡേഴ്സ് ജോണസ് ആങ്സ്ട്രം. ഉപഗ്രഹങ്ങളിലൂടെയുള്ള ആശയവിനിമയത്തിന് ഏതു തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം അൾട്രാ ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളും വെരി ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളും. ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. സൗരയൂഥ വാനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വാന നിരീക്ഷകൻ ആരാണ്? ഉത്തരം വില്യം ഹെർഷൽ. ഭൂമിയും ചന്ദ്രനും തമ്മിൽ അടുക്കുമ്പോഴും അകലുമ്പോഴും ദൂരത്തിൽ എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ടാകും? ഉത്തരം 50,287 കിലോമീറ്റർ. ഊർട്ടുമേഘം എന്നാൽ എന്താണ്? ഉത്തരം ഗ്രഹങ്ങളിൽ നിന്ന് വളരെ അകന്ന് സൗരയൂഥത്തെ മൊത്തം ആവരണം ചെയ്യുന്ന ഹിമശകലങ്ങളുടെ വലിയ ശേഖരമാണ് ഊർട്ടുമേഘം. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ്? ഉത്തരം ആര്യഭടൻ. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ പ്രശസ്ത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ഉത്തരം ജന്തർ മന്തർ. ജ്യോതിശാസ്ത്ര സംബന്ധിയായ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ? ഉത്തരം സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ധൂമകേതുവിന്റെ വാൽ പോലുള്ള ഭാഗത്തിന് നീളം കൂടുന്നതായി കാണുന്നത് എപ്പോഴാണ്? ഉത്തരം സൂര്യന്റെ സമീപത്തേക്ക് വരുമ്പോൾ. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ബുധന്റെ ഉപരിതലമാകെ ചന്ദ്രനിലേതുപോലെ ഗർത്തങ്ങളാണ്. എന്താണ് കാരണം? ഉത്തരം ഉൽക്കകൾ വന്ന് പതിച്ചതിനാൽ. ആര്യഭടൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ആര്യഭടീയം. എന്താണ് ഉൽക്കകൾ? ഉത്തരം സൗരയൂഥത്തിലുള്ള ലഘുഗ്രഹങ്ങളും പൊട്ടിച്ചിതറിയ ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമാണ് ഉൽക്കകൾ. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് എന്നതിന് ആദ്യമായി നിരീക്ഷണങ്ങൾ നടത്തുകയും തെളിവുകൾ നൽകുകയും ചെയ്തത് ആരാണ്? ഉത്തരം നിക്കോളസ് കോപ്പർനിക്കസ്. ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ഒക്ടോബർ 4 മുതൽ 10 വരെ. ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് ദിവസം? ഉത്തരം സെപ്റ്റംബർ 16. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യ വിക്ഷേപണം നടന്നത്? ഉത്തരം 2013 നവംബർ 5. പ്രസിദ്ധ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ CV രാമന്റെ ജനനവും മരണവും ഒരേ മാസത്തിലാണ് നടന്നത്. ഏതാണ് ഈ മാസം?
ഉത്തരം നവംബർ. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ ക്യൂരിയോസിറ്റി ചൊവ്വയിലേക്ക് ഇറങ്ങിയത് എന്നാണ്? ഉത്തരം 2012 ഓഗസ്റ്റ് 6. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നീ റെക്കോർഡുകൾ 2007 സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഉത്തരം ശൂന്യത. പ്ലൂട്ടോയ്ക്ക് ഗ്രഹ പദവി നഷ്ടപ്പെട്ട ശേഷം ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഇപ്പോൾ പ്ലൂട്ടോയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതു പേരിലാണ് ഈ വിഭാഗം അറിയപ്പെടുന്നത്? ഉത്തരം പ്ലൂട്ടോയിഡ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എൻഡവർ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ച് 2011 സ്ഥാപിച്ച 7000 കിലോഗ്രാം ഭാരമുള്ള ശാസ്ത്രീയ ഉപകരണത്തിന്റെ പേര്? ഉത്തരം ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ആയിരിക്കുമ്പോൾ എത്ര ഭാരം ഉണ്ടായിരിക്കും? ഉത്തരം 10 കിലോഗ്രാം. സൂര്യനിലെ പ്രകാശ ഊർജം ഏതു വഴിയാണ് ഭൂമിയിലെത്തുന്നത്? ഉത്തരം റേഡിയേഷൻ. ഓർബിയറിയ എന്നാൽ എന്താണ്? ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഒരു ഗ്രഹം. റോക്കറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ദ്രാവക ഹൈഡ്രജൻ, ദ്രാവക ഓക്സിജൻ, നൈട്രജൻ ടെട്രോക്സൈഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. സ്പേസിൽ നിന്ന് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി കണ്ടത് ആരാണ്? ഉത്തരം യൂറി ഗാഗാറിൻ. നക്ഷത്രങ്ങൾക്കും ഹൈഡ്രജൻ ബോംബിനും പൊതുവായുള്ള പ്രത്യേകത? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ രണ്ടിൽ നടക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ ദമ്പതിമാർ ആരെല്ലാമാണ്? ഉത്തരം ആൻഡ്രിയൻ നിക്കോളോയേവ്, വാലന്റീന തെരഷ്കോവ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ്? ഉത്തരം നിംബസ് 7. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് ബഹിരാകാശത്തെത്തുവാൻ ഉപഗ്രഹങ്ങൾ എന്തു വേഗത്തിൽ വിക്ഷേപിക്കണം? ഉത്തരം സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ബാഹ്യാകാശത്തിലൂടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം കർമാൻ ടിറ്റോവ്. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് എത്ര കിലോമീറ്റർ ഉയരത്തിലെത്തണം? ഉത്തരം 100 കിലോമീറ്റർ ഉയരത്തിൽ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രധാന വൈദ്യുത സ്രോതസ് എന്താണ്? ഉത്തരം സൗരോർജം. ശൂന്യാകാശത്തിലെ ജീവസാന്നിധ്യത്തെക്കുറിച്ചുള്ള പഠനം? ഉത്തരം എക്സോബയോളജി. വായുവിന്റെ ശുദ്ധത അളക്കാനുള്ള ഉപകരണം? ഉത്തരം ഇഡിയോമീറ്റർ. ശൂന്യാകാശത്ത് ആദ്യമായി നടന്ന വ്യക്തി? ഉത്തരം അലക്സി ലിയോണോവ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് വില്യം ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളായ ഡെസ്ഡിമോണ, മിറാൻഡ, ഏരിയൽ, പോർഷ്യ എന്നീ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത്? ഉത്തരം യുറാനസ്. ഏത് ഗ്രഹത്തിലാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്? ഉത്തരം ശുക്രൻ. ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനം? ഉത്തരം സ്പുട്നിക് 2. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന നൈട്രജൻ ഹൈഡ്രജൻ സംയുക്തം? ഉത്തരം ഹൈഡ്രാസിൻ. ഒളിമ്പസ് മോൺ ഏത് ഗ്രഹത്തിലെ അഗ്നിപർവ്വതമാണ്? ഉത്തരം ചൊവ്വ. ഓസോൺ പാളിയുടെ നിറം? ഉത്തരം നീല. കാസിനി എന്ന ബഹിരാകാശ വാഹനം ഏത് ഗ്രഹത്തെ പറ്റി പഠിക്കാനാണ് വിക്ഷേപിച്ചിട്ടുള്ളത്? ഉത്തരം ശനി. മറ്റു ഗ്രഹങ്ങളുടെ ദിശയ്ക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ ദിവസം? ഉത്തരം 1984 ഏപ്രിൽ 3. ഒരു ഗ്രഹം എന്ന സ്ഥാനം 2006 നഷ്ടപ്പെട്ട പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്ലൈഡ് ടോംബോ. അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് എന്ന സങ്കല്പത്തിൽ പുറത്തിറങ്ങിയ സിനിമ ഏതാണ്?
ആരാണിതിന്റെ സംവിധായകൻ? ഉത്തരം ദി എക്സ്ട്രാ ടെറസ്ട്രിയൽ. സ്പീൽബർഗാണ് ഇതിന്റെ സംവിധായകൻ. സൂര്യരശ്മി ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ഉത്തരം 499 സെക്കൻഡ്. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ക്ലാസിനിയുടെ നിയമങ്ങൾ. ചന്ദ്രനിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വാസസ്ഥലത്തിന് ISRO നിർദ്ദേശിച്ച പേര്? ഉത്തരം ചാന്ദ്രവിഹാർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് നിക്സൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്ന കണികകൾ? ഉത്തരം ടാക്കിയോണുകൾ. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിലെ ഓരോ വസ്തുവിന്റെയും സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ സഹായിക്കുന്ന സംവിധാനത്തിന്റെ പേര്? ഉത്തരം GPS. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ജനിച്ചത് എവിടെയാണ്? അവരുടെ പിതാവ് ആരാണ്? ഉത്തരം അമേരിക്കയിലെ ഹൊയോയിലാണ് സുനിത വില്യംസ് ജനിച്ചത്. ഗുജറാത്തി ഡോക്ടറായ ദേവക് പാണ്ഡ്യയാണ് സുനിത വില്യംസിന്റെ പിതാവ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ഗാനിമേഡ്. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ പർവ്വതം? ഉത്തരം ഒളിമ്പസ് മോൺസ്. സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര്? ഉത്തരം ഫോട്ടോസ്ഫിയർ. ഗ്രഹങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ബലം ഏതാണ്? ഉത്തരം ഗുരുത്വാകർഷണ ബലം. ആൽഫ സെന്റോറി എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ്? ഉത്തരം 4.3 പ്രകാശവർഷം. ചന്ദ്രനെ വലയം വെച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ഉത്തരം ലൂണ 10. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.28 സെക്കൻഡ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചാന്ദ്ര ദൗത്യ പേടകത്തിന്റെ ഭാരം? ഉത്തരം 675 കിലോഗ്രാം. കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം കിരീടം എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് കൊറോണയെ സൂര്യകിരീടം എന്നും വിളിക്കുന്നു. സൂര്യന്റെ പ്രവർത്തന ശക്തി നിരീക്ഷിക്കാൻ ആവശ്യമായ ഉപകരണം? ഉത്തരം ന്യൂട്രിനോ. ന്യൂട്രിനോയിൽ ഏകദേശം എത്ര ലിറ്റർ ദ്രാവകമുണ്ടായിരിക്കും? ഉത്തരം ഏകദേശം 3,80,000 ലിറ്റർ. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഉത്തരം ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രങ്ങൾ. ഏറ്റവും വലിയ ഗാലക്സി ഏതാണ്? ഉത്തരം ആൻഡ്രോമീഡ ഗാലക്സി. ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് ഇല്ലാതെ ഏതെങ്കിലും ഗ്രഹത്തെ കാണാൻ കഴിയുമോ? ഉത്തരം ഭൂമിക്കരികെയുള്ള 5 ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ഒരു ശൂന്യാകാശ വാഹനത്തിന് സൂര്യന്റെ അടുത്ത് പോകാൻ കഴിയുമോ? ഉത്തരം സൂര്യൻ അതികഠിന താപമുള്ള വാതക ഗോളമാണ്. അതിനടുത്തേക്ക് പോകാൻ കഴിയില്ല. 1976 ഹീലിയോസ് എന്ന ശൂന്യാകാശ വാഹനം സൂര്യനടുത്തായി 4,50,00,000 കിലോമീറ്റർ സഞ്ചരിച്ചു. സൂര്യനടുത്തുള്ള ബുധനേക്കാൾ അപ്പുറത്തായിരുന്നു വാഹനം എത്തിയത്. സൂപ്പർനോവ എന്നാൽ എന്താണ്? ഉത്തരം സൂപ്പർനോവ ഭീമനായ ഒരു നക്ഷത്രമാണ്. അത് പൊട്ടിത്തെറിച്ചതിന് ശേഷം നക്ഷത്രം മരണമടയുന്നു. അതിലെ ഇന്ധനം ശൂന്യാകാശത്തിൽ പരന്നു കിടക്കും. പരന്നു കിടക്കുന്ന ഹൈഡ്രജൻ പടലത്തിൽ നിന്ന് പുതിയ നക്ഷത്രങ്ങൾ രൂപമെടുക്കുന്നു. സൂപ്പർനോവ ന്യൂട്രോൺ എന്ന ചെറിയ നക്ഷത്രമായി പരിണമിക്കുന്നു. ആകാശത്തിൽ ഏറ്റവും അധികമായി പ്രകാശിക്കുന്ന നക്ഷത്രം? ഉത്തരം സിറിയസ്. സൗര ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം? ഉത്തരം സിലിക്കൺ. ഏത് വർണ്ണരാജിയിലാണ് ഫോർ രേഖകൾ കാണപ്പെടുന്നത്? ഉത്തരം സൗര സ്പെക്ട്രം. റോക്കറ്റിന്റെ വിക്ഷേപണം കഴിഞ്ഞാൽ റോക്കറ്റിന് എന്ത് സംഭവിക്കും? ഉത്തരം ശൂന്യാകാശ വാഹനത്തിന്റെ യാത്രയ്ക്ക് കുറച്ച് സെക്കൻഡിന്റെ ഉപയോഗം മാത്രമേ റോക്കറ്റിനുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ആദ്യമായി ശൂന്യാകാശത്തിലേക്ക് അയച്ച ജീവി ഏതായിരുന്നു? ഉത്തരം ലെമൺ ചിക്ക് എന്ന നായയായിരുന്നു ആദ്യമായി ശൂന്യാകാശത്തിലേക്ക് അയച്ചത്. ഇതിനെ ശൂന്യാകാശത്തിലേക്ക് അയച്ചത് സ്പുട്നിക് 2 എന്ന ശൂന്യാകാശ വാഹനത്തിലായിരുന്നു.
നിർഭാഗ്യവശാൽ ഓക്സിജൻ പുറത്തു പോയതിനാൽ നായ ശ്വാസം മുട്ടി മരിച്ചുപോയി. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഉത്തരം 8 മിനിറ്റും 20 സെക്കൻഡും. ഓക്സിജന്റെ 3 ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഓസോൺ വാതകം. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര അകലെയാണ് ഓസോൺ മേഖല? ഉത്തരം 25 മുതൽ 30 കിലോമീറ്റർ വരെ. പ്രകാശ ഉറവിടങ്ങളുടെ പ്രകാശ തീവ്രതകൾ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ഫോട്ടോമീറ്റർ. മഴവില്ലിന് നിറം കൊടുക്കുന്ന പ്രകാശ സ്രോതസ് ഏതാണ്? ഉത്തരം സൂര്യപ്രകാശം. ഹൈഡ്രജൻ ബലൂൺ രാവിലെ ആകാശത്തേക്ക് പതിയെ ഉയരുന്നു, എന്നാൽ ഉച്ചയ്ക്ക് ഇതേ ബലൂൺ വേഗത്തിൽ ഉയരുന്നു. എന്താണിതിന് കാരണം? ഉത്തരം ഉച്ചയ്ക്ക് ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ വായു മേലോട്ട് ഉയരുന്നതിനാൽ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ മെച്ചം എന്താണ്? ഉത്തരം മനുഷ്യനാലും കാലാവസ്ഥയാലും സൃഷ്ടിക്കപ്പെടുന്ന തടസ്സങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറെ മുക്തമാണ്. വായുവിൽ ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? ഉത്തരം സെക്കൻഡിൽ 340 മീറ്റർ. രാത്രികാലങ്ങളിൽ പരിസര നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബൈനോക്കുലർ ഏതാണ്? ഉത്തരം ഇൻഫ്രാറെഡ് ബൈനോക്കുലർ. അന്റാർട്ടിക്കയിലെ ഓസോൺ ദോരം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജോസഫ് ഫാർമാൻ, ബ്രിയാൻ ഗാർഡിനർ, ജോനാഥൻ ഷാങ്കിലൻ. ബഹിരാകാശ വാഹനങ്ങൾ ചലിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞന്റെ ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചതിൽ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഉപഗ്രഹം? ഉത്തരം രോഹിണി. ഭാരതത്തിന്റെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഉത്തരം രോഹിണി. സൂര്യനേക്കാൾ 3500 മടങ്ങ് വ്യാസമുള്ള നക്ഷത്ര ഭീമൻ ആരാണ്? ഉത്തരം R136. ഓസോൺ പാളി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ചാൾസ് ഫാബ്രി ഹെന്റ് റിബ്യൂസൺ. പ്ലാനറ്റ് എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം അരഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. ആദ്യമായി റേഡിയോ തരംഗങ്ങൾ നിർമ്മിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഹെൻറിച്ച് ഹെർട്സ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്റേ ടെലസ്കോപ്പ് ചന്ദ്ര ഒബ്സർവേറ്ററി ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ബഹുമതിക്കായി ചന്ദ്ര എന്ന് നാമകരണം ചെയ്തു. ആരാണ് ഈ ശാസ്ത്രജ്ഞൻ? ഉത്തരം സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ഓസോണിന്റെ നാശത്തിന് കാരണം ക്ലോറോഫ്ലൂറോ കാർബൺ ആണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഷെർഡ് റൗലന്റ് മാരിയോ മൊളീന. അന്റാർട്ടിക്കയിലെ ഓസോൺ ദോരത്തിന് മനുഷ്യമുഖത്തിന്റെ ആകൃതിയാണത്രേ. ചുവന്ന ആകാശത്തെ നോക്കി പേടിച്ചു നിലവിളിക്കുന്ന ഒരു ചിത്രം നിലനിൽപ്പിനെ ഓർത്ത് ഭയപ്പെടുന്ന മനുഷ്യവർഗത്തിനോട് സദൃശ്യമാണ്. ആരാണ് ഈ ചിത്രം വരച്ചത്? ഉത്തരം എഡ്വേർഡ് മഞ്ച്. ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റുകൾ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തത് എവിടെ വെച്ചാണ്? ഉത്തരം തിരുവനന്തപുരത്തെ മേരി മഗ്ദലിന്റെ പള്ളിയോട് ചേർന്നുള്ള കാലിത്തൊഴുത്തിൽ. ചന്ദ്രനിൽ ഉപഗ്രഹം എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ വളർന്നത് ISROയുടെ ഏത് വിക്ഷേപണ വിജയത്തിലൂടെയാണ്? ഉത്തരം 2008 ചാന്ദ്രയാൻ 1 ദൗത്യം. വാർത്താവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയത് എന്താണ്? ഉത്തരം ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലിയ കൊടുമുടി മാത്രമല്ല, ഏറ്റവും വലിയ ഗർത്തവും ചൊവ്വയിൽ തന്നെയാണ്. എന്താണ് അത്? ഉത്തരം വാലസ് മറൈനറീസ് എന്ന പടുകൂറ്റൻ ഗർത്തം. ISROയുടെ 3ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം GSAT-10. 2012 സെപ്റ്റംബർ 29 ഫ്രഞ്ച് ഗയാനയിലെ ഖോറയിൽ നിന്നയച്ച GSAT-10 ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം? ഉത്തരം കടലിലെ മാറ്റങ്ങൾ പഠിക്കുക എന്നതാണ് ലക്ഷ്യം. PSLV-C-20 2013 ഫെബ്രുവരി 5 വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര്? ഉത്തരം സരൾ. രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റിയ സമയം ഏതാണ്? ഉത്തരം ആകാശം കൂടുതൽ ഇരുണ്ടിരിക്കുന്ന അർദ്ധരാത്രിയിൽ. ചൊവ്വയുടെ ഉത്തരധ്രുവ മേഖലയിൽ ഐസ് പാളികളെക്കുറിച്ച് പഠനം നടത്തിയ പര്യവേഷണ പേടകം?
ഉത്തരം ഫീനിക്സ്. ശൂന്യാകാശ സ്റ്റേഷൻ എന്നാൽ എന്താണ്? ഉത്തരം ഒരു ശൂന്യാകാശ സ്റ്റേഷൻ ഒരു വലിയ ശൂന്യാകാശ വാഹനമാണ്. അത് ഭൂമിയുടെ ഭ്രമണപഥത്തിനു ചുറ്റും സ്ഥിതി ചെയ്യുന്നു. ശാസ്ത്രജ്ഞന്മാർ അതിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മാഴ്സ് ഓർബിറ്റൽ മിഷൻ. ചൊവ്വ ദൗത്യം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ് അത്? ഉത്തരം മംഗൾയാൻ. ആശയവിനിമയത്തിനും കാലാവസ്ഥാ പഠനത്തിനുമുള്ള വിവിധോദ്ദേശ്യ ഉപഗ്രഹ സംവിധാനം. ഉത്തരം ഇൻസാറ്റ്. ചൊവ്വയുടെ അന്തരീക്ഷത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിന് നാസ അയച്ച ബഹിരാകാശ പേടകം. ഉത്തരം മാവൻ. മാവന്റെ പൂർണ്ണരൂപം. ഉത്തരം മാഴ്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറൈൽ ഇവല്യൂഷൻ. മാവേൻ വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2013 നവംബർ 18. മാവേൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ഫ്ലോറിഡയിൽ കേപ്പ് കാനവറലിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന്. മാവേൻ വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? ഉത്തരം അറ്റ്ലസ് 5 എന്ന റോക്കറ്റിൽ. ചൊവ്വയിലെ പാറക്കല്ലുകളെ കുറിച്ച് പഠനം നടത്തുന്നതിന് നാസ ബഹിരാകാശ പേടകമായ ക്യൂരിയോസിറ്റിയിൽ ഒരുക്കിയിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. ഉത്തരം ലേസർ കെമിക്കൽ സാപ്ലർ സാങ്കേതിക വിദ്യ. ചൊവ്വാഗ്രഹത്തിലെ പാറക്കല്ലുകളുടെ രേഖാചിത്രം ഭൂമിയിലെത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ക്യൂരിയോസിറ്റി. മംഗൾയാൻ വിക്ഷേപണത്തോടെ ചൊവ്വ ദൗത്യത്തിലേർപ്പെടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 5. ചൊവ്വ പര്യവേഷണ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതാണ്? ഉത്തരം മംഗൾയാൻ ദൗത്യം. ISROയുടെ പഴയ രൂപമായ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന് രൂപം കൊടുത്തത് ആരെല്ലാമാണ്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്, ഹോമി ജെ ഭാവ എന്നിവർ. എസ്ട്രോയിഡ് എന്നാൽ എന്താണ്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരക്കണക്കിനുള്ള പാറ കഷ്ണങ്ങളാണ് എസ്ട്രോയിഡുകൾ എന്നറിയപ്പെടുന്നത്. എസ്ട്രോയിഡ് ബെൽറ്റ് എന്നാൽ എന്താണ്? ഉത്തരം ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പാറക്കഷ്ണങ്ങളുടെ കൂട്ടത്തിനാണ് എസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ശൂന്യാകാശത്തിലെ ഹൈഡ്രജൻ ആറ്റം അന്യോന്യം ആകർഷിച്ച് കൂട്ടമായി തീരുന്നു. നക്ഷത്രങ്ങൾക്കെല്ലാം ഒരേ നിറമാണോ? ഉത്തരം അല്ല. നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസം അതിന്റെ താപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നീല നിറത്തിലുള്ള നക്ഷത്രങ്ങൾ അതികഠിനമായ താപമുള്ളവയാണ്. ഒരു നക്ഷത്രം എത്ര കാലം ജീവിക്കും? ഉത്തരം ഭീമന്മാര നക്ഷത്രങ്ങൾ മില്യൺ വർഷങ്ങൾ മാത്രമേ ജീവിക്കുകയുള്ളൂ. സൂര്യന്റെ ജീവിതകാലം 10 ബില്യൺ വർഷമാണ്. ഇന്ത്യയിലെ എടുത്തു പറയാവുന്ന വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ. ഉത്തരം കൊടൈക്കനാലിലെ സോളാർ ടെലസ്കോപ്പ്, രംഗപൂരിലെ 48 ഇഞ്ച് റിഫ്ലക്ടർ, ഊട്ടി ഭാവ കേന്ദ്രത്തിലെ പടുകൂറ്റൻ റേഡിയോ ടെലസ്കോപ്പ്, ഡൽഹിയിലെ നെഹ്റു പ്ലാനറ്റോറിയം. ലോകത്തിലാകമാനം എത്ര വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു? ഉത്തരം 400ഓളം. വാൽ നക്ഷത്രങ്ങൾക്ക് വാൽ ഉണ്ടോ? ഉത്തരം ഇല്ല. സൂര്യന്റെ സമീപത്തേക്ക് അടുക്കുമ്പോൾ താപം കാരണം ഇവയിലെ വാതകങ്ങൾ ബാഷ്പീകരിക്കപ്പെടുന്നു. ചൊവ്വയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ അന്വേഷണത്തിന് പുറകിലുള്ള കാരണം. ഉത്തരം ഭൂമിയുടെ ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് ചൊവ്വ എന്നതുകൊണ്ട് തന്നെ ചൊവ്വയിലെ ഋതുക്കൾക്ക് ഭൂമിയിലെ ഋതുക്കളോട് സാമ്യം കൂടുതലാണ്. ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം. ഉത്തരം സല്യൂട്ട് 1. പിന്നീട് അമേരിക്ക സ്കൈലാബ് എന്ന ബഹിരാകാശ നിലയം സ്ഥാപിച്ചു. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം. ഉത്തരം ഏകദേശം 15 കോടി കിലോമീറ്റർ. സമീപ ഭാവിയിലെ രണ്ടാം ഭൂമി. ഉത്തരം ചൊവ്വ. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ. ഉത്തരം ഫോബാസും സൈമാസും. ആദ്യത്തെ ലക്ഷണമൊത്ത ബഹിരാകാശ നിലയം. ഉത്തരം റഷ്യയുടെ മേയർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എത്ര രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഉത്തരം 16 രാജ്യങ്ങളുടെ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ മുകളിലാണ്? ഉത്തരം 360 കിലോമീറ്റർ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ്? ഉത്തരം നിംബസ്.
സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് സ്ഫോടനം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? ഉത്തരം വെള്ളക്കുള്ളന്മാർ ഉണ്ടാകും. വൻകരടി എന്ന നക്ഷത്രക്കൂട്ടം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏതു പേരിൽ? ഉത്തരം സപ്തർഷികൾ. സൂപ്പർനോവ സ്ഫോടനം എന്തിന്റെ സൂചനയാണ്? ഉത്തരം നക്ഷത്ര മരണത്തിന്റെ തുടക്കം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം? ഉത്തരം സൂര്യൻ. ബഹിരാകാശത്ത് നിന്നുകൊണ്ട് നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1990. ഓർബിയറിയ എന്നാൽ എന്താണ്? ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഒരു ചിഹ്നഗ്രഹം. ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ്? ഉത്തരം കൊളംബിയ. ശൂന്യാകാശം എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിക്ക് അപ്പുറത്ത് അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് ശൂന്യാകാശം. പ്രപഞ്ചം എന്നാൽ എന്താണ്? ഉത്തരം ശൂന്യാകാശത്തിനും അതിലെ വസ്തുക്കൾക്കും കൂടി പ്രപഞ്ചം എന്ന് പറയുന്നു. സൗരയൂഥത്തിന്റെ കേന്ദ്രം? ഉത്തരം സൂര്യൻ. ത്രസ്റ്ററുകൾ എന്നാൽ എന്താണ്? ഉത്തരം ലാം എഞ്ചിൻ പരാജയപ്പെടുകയാണെങ്കിൽ പകരം ഉപയോഗിക്കുന്നതിനായി 22 ന്യൂട്ടൺ ശക്തിയുള്ള 8 ചെറിയ റോക്കറ്റുകൾ മംഗൾയാനിൽ ഒരുക്കിയിരുന്നു. ഇവയെ ത്രസ്റ്ററുകൾ എന്ന് വിളിക്കുന്നു. ലോകത്തിലെ എത്രാമത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ? ഉത്തരം 51ാമത്തെ. പ്രപഞ്ചത്തിൽ എത്ര ഗാലക്സികൾ ഉണ്ട്? ഉത്തരം 100 ബില്യൺ ഗാലക്സികൾ. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം ഗ്രഹങ്ങൾ സൂര്യനെ ഭ്രമണം ചെയ്യുന്നു, അതേസമയം ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളെയും വലയം ചെയ്യുന്നു. നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ പോയത് ആരൊക്കെയാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്? ഉത്തരം പ്രശാന്ത സമുദ്രം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ കൊളിൻസ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താനായിരിക്കുമെന്ന് എഡ്വിൻ ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡോവോണിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. ചന്ദ്രന്റെ പേരിലുള്ള ദിവസം? ഉത്തരം തിങ്കൾ. ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഭൂമി. അമ്പിളി അമ്മാവ താമര കൊമ്പിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. നിലയില്ലാ കായലിൽ തുഴയില്ലാതോടുന്ന കൊച്ചു തോണി. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഉത്തരം ചന്ദ്രക്കല. ഭൂമിയുടെ ഏക ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ലാറ്റിൻ നാമം? ഉത്തരം ലൂണ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം? ഉത്തരം 3,84,404 കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം സെലനോളജി. ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? ഉത്തരം സെലനോഗ്രാഫി. സെലനോഗ്രാഫിയുടെ പിതാവ്? ഉത്തരം ജോഹാൻസ് റോട്ടൺ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം? ഉത്തരം 27.32 ഭൗമദിനങ്ങൾ. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്? ഉത്തരം 59%. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം? ഉത്തരം ലൂണ 3. ഒരു ചാന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്?
ഉത്തരം 29.5 ദിവസം. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല വലുതാകുന്ന പ്രതിഭാസം. ഉത്തരം വൃദ്ധി. പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല ചെറുതായി വരുന്ന പ്രതിഭാസം. ഉത്തരം ക്ഷയം. ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്ന പേര്. ഉത്തരം നീലചന്ദ്രൻ. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് അടുക്കുന്ന പ്രതിഭാസം. ഉത്തരം സൂപ്പർ മൂൺ. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം. ഉത്തരം പെരിജി. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം. ഉത്തരം അപ്പോജി. ചന്ദ്രന്റെ പലായന പ്രവേഗം. ഉത്തരം സെക്കൻഡിൽ 2.38 കിലോമീറ്റർ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം 81/1. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം. ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം. ഉത്തരം ക്രീപ്പ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്. ഉത്തരം റിഗോലിത്. ചന്ദ്രനിലെ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം. ഉത്തരം മരിയ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്. ഉത്തരം ടെറേ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശം. ഉത്തരം ഹൈലാൻഡ്സ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം. ഉത്തരം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം. ഉത്തരം അരിസ്റ്റാർ. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം. ഉത്തരം ബെയ്ലി ഗർത്തം. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര. ഉത്തരം മോൺസ് റൂഫ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം. ഉത്തരം മോൺസ് ഹെഗൻസ്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം. ഉത്തരം ലൂണ. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം. ഉത്തരം ലൂണ 10. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച പേടകം. ഉത്തരം ലൂണ 16. അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം. ഉത്തരം അപ്പോളോ. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലയം വെച്ച ആദ്യ പേടകം. ഉത്തരം അപ്പോളോ 8. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം. ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി. ഉത്തരം മൈക്കൽ കൊളിൻസ്. അപ്പോളോ 11നെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം. ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യ വ്യക്തി. ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാല് കുത്തിയ രണ്ടാമത്തെ വ്യക്തി. ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മാഗ്നിഫിസന്റ് ഡിസൊലേഷൻ, ദ ലോങ് ജേർണി ഹോം ഫ്രം ദ മൂൺ, മെൻ ഫ്രം എർത്ത് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം. ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ്, മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി. ഉത്തരം വേവേഗിരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഉത്തരം റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഉത്തരം അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി. ഉത്തരം യൂജിൻ സെർനാൻ. യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം.
ഉത്തരം അപ്പോളോ 17. ഇതുവരെ ആകെ ചന്ദ്രനിൽ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം. ഉത്തരം ചാങ് 3. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം. ഉത്തരം മൂസസ് കഗൂയ. ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്ന് ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര്. ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ. ഉത്തരം ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്ത് നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില. ഉത്തരം പകൽ 137°C. ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രദർശിച്ച കണ്ടുപിടുത്തം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം വിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രനെ ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചാന്ദ്രാവകാശ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൂൺ ട്രീറ്റി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതു രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോക്സിൻ രൂപത്തിൽ. ഹൈഡ്രോക്സിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം 1 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32 ഔൺസ്. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ്. ഉത്തരം 50 ലക്ഷം ടൺ. ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം. ഉത്തരം ചന്ദ്രവാഹനം. ലോകത്തിലെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം. ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചാന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു. ചന്ദ്രനും സൂര്യനും എല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണ്? ഉത്തരം അനക്സിഗൊരാസ്. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം 100°C. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില. ഉത്തരം -173°C. ചന്ദ്രനിൽ വെച്ച് ഗലീലിയോയുടെ തൂവലും ചുറ്റികയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം യൂജിൻ സർനാൻ. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാനുള്ള കാരണം?
ഉത്തരം ചന്ദ്രനിലെ രാത്രി ഭൂമിയിലുള്ളതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്. ഉത്തരം മാഗ്മ സമുദ്രം. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ. ഉത്തരം അരിസ്റ്റോട്ടിൽ. ചന്ദ്രൻ ഒരു വർഷത്തിൽ എത്ര തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു? ഉത്തരം 13. ചന്ദ്രനിൽ പരുത്തിച്ചെടി മുളപ്പിച്ച ദൗത്യം. ഉത്തരം ചാങ് ഇ 4. ചന്ദ്രനിൽ പോയി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളെ എത്ര ദിവസമാണ് ക്വാറന്റൈൻ ചെയ്തത്? ഉത്തരം 21 ദിവസം. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ എത്തിയ ഏക ശാസ്ത്രജ്ഞൻ. ഉത്തരം ഹാരിസ് എച്ച് സ്മിത്ത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര്. ഉത്തരം ലൂണാർ ഗേറ്റ്വേ. എഡിൻ ആൾഡ്രിന്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം. ഉത്തരം ചന്ദ്രൻ. വലിപ്പത്തിൽ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ചന്ദ്രനുള്ളത്? ഉത്തരം 5. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഫോബോസ്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം. ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം ലൂണ 9. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം സെക്കൻഡിൽ 2.4 കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകൾ. ഉത്തരം മരിയ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാൽ. ചന്ദ്രനിൽ നിന്ന് മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം. ഉത്തരം ലൂണ 16. എഡിൻ ആൾഡ്രിൻ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം ശൂന്യം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോളോ 11 ചന്ദ്രനിൽ ഇറക്കാൻ സഹായിച്ച ചന്ദ്രവാഹനം. ഉത്തരം ഈഗിൾ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിന് പറയുന്ന പേര്. ഉത്തരം ചന്ദ്രഗ്രഹണം. 2016 അന്തരിച്ച അമേരിക്കൻ ചന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം എഡ്ഗർ മിച്ചൽ. 2007 ജപ്പാൻ വിക്ഷേപിച്ച ചന്ദ്രപേടകം. ഉത്തരം കഗുയ. ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യം. ഉത്തരം ഇന്ത്യ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം. ഉത്തരം ലാഡി. ഗ്രീക്ക് പുരാണങ്ങളിൽ സിയൂസിന്റെയും ലെറ്റോയുടെയും പുത്രിയാണ് ഈ കഥാപാത്രം. നായാട്ട്, വന്യജീവികൾ തുടങ്ങിയവയുടെ ദേവതയായ ഇവർ പെൺകുട്ടികളെ സംരക്ഷിക്കുകയായും യുവതികൾക്ക് രോഗങ്ങൾ, രോഗശാന്തി എന്നിവ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവളും ആയിരുന്നു. പ്രാചീന കാലത്ത് സപ്താത്ഭുതങ്ങളിൽ ഒന്ന് ഇവരുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു. ഈ കഥാപാത്രത്തിന്റെ പേര് ചാന്ദ്രദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കഥാപാത്രം ആരാണ്? ഉത്തരം ആർത്തമീസ്. ശാസ്ത്രീയ സാങ്കേതിക രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം തന്റെ യഥാർത്ഥ പേര് 1980കളിൽ മാറ്റി പേരിന്റെ കൂടെ പുതുതായി ഒരു വാക്കുകൂട്ടി ചേർക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ സഹോദരി ബ്രദർ എന്നതിനെ തെറ്റായി ഉച്ചരിച്ച പേരാണ് അദ്ദേഹം സ്വന്തം പേരിന്റെ കൂടെ സ്വീകരിച്ചത്. ആരാണ് ഇദ്ദേഹം? ഉത്തരം എഡിൻ ആൾഡ്രിൻ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പൗഡർ. ഗ്രൗണ്ട് മാസ് ഈസ് വെരി ഫൈൻ. ഐ എം ഗോയിങ് ടു സ്റ്റെപ്പ് ഓഫ് ദ എലം നൗ. ഈ വാക്കുകൾ നമുക്ക് അത്ര പരിചയമില്ലെങ്കിലും ഇതിനു ശേഷം ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ ലോക പ്രശസ്തമാണ്. ഏത് വ്യക്തി? എന്താണ് ഇതിനു ശേഷം പറഞ്ഞ പ്രശസ്തമായ വാക്യം? നീൽ ആംസ്ട്രോങ്. ദാറ്റ്സ് വൺ സ്മാൾ സ്റ്റെപ്പ് ഫോർ മോൺ, വൺ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ആദ്യമായി ചന്ദ്രന്റെ ഉപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു 1989 ചന്ദ്രന്റെ ഉപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശയാനം ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത വശത്തിന്റെ ചിത്രമെടുക്കുന്നതിൽ വിജയിച്ചു.
വിജയകരവും അപകടരഹിതവുമായ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിലിറങ്ങിയ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിനെ അവകാശപ്പെട്ടതാണ്. എന്ത് പേരിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത്? ഉത്തരം ലൂണ. ജോൺസ് ജേക്കബ് ബെർസിലിയസ് 1817 കണ്ടെത്തിയ ഈ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 34 മുൻപ് കണ്ടെത്തിയ ഭൂമിയുടെ പേരിൽ നാമകരണം ചെയ്ത ടെലൂറിയം എന്ന മൂലകത്തോടുള്ള സാമ്യം കാരണമാണ് അദ്ദേഹം ഈ മൂലകത്തിന് പേര് നൽകിയത്. ഏതാണ് ഈ മൂലകം? ഉത്തരം സെലീനിയം. അപ്പോളോ 6 വിക്ഷേപണങ്ങളിൽ നിന്നായി ചന്ദ്രനിൽ ഇറങ്ങിയ 12 പേരിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. തെർമോകൊലൈറ്റ്, ട്രാൻകുലൈറ്റ്, പൈറോഫെറോയിറ്റ് എന്നിവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്. ഇവയിൽ ടൈറ്റാനിയം ധാരാളമായി അടങ്ങിയ അർമൽ കൊലൈറ്റ് പർവ്വതങ്ങളിലും ചിലയിനം പാറകളിലുമൊക്കെ കണ്ടെത്തുകയുണ്ടായി. അർമൽ കൊലൈറ്റ് എന്ന പേരിന്റെ ഉത്ഭവം എന്താണ്? ഉത്തരം 1969 ചാന്ദ്രദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകളിൽ നിന്നും. പുരാണത്തിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. കുബേരൻ നൽകിയ വമ്പൻ സദ്യ വയറു നിറയെ കഴിച്ച് തന്റെ വാഹനമായ എലിയുടെ പുറത്ത് കയറി വരികയായിരുന്നു ഗണപതി. ആ സമയത്ത് ഒരു പാമ്പ് മുന്നിൽ വരികയും എലി പേടിച്ചോടി പോവുകയും ചെയ്തു. എലിയുടെ പുറത്തുനിന്ന് വീഴുന്ന ഗണപതി കഴിച്ചതെല്ലാം അവിടെ ഛർദ്ദിച്ചു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും അതിൽ കുപിതനായ ഗണപതി തന്റെ കൊമ്പ് പൊട്ടിച്ച് ചന്ദ്രനെ എറിഞ്ഞെന്നുമാണ് കഥ. വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസമുണ്ട്. എന്താണ് അത്? ഉത്തരം വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്ന വിശ്വാസം. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് പലപ്പോഴും വ്യക്തികളുടെ പേര് നൽകാറുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഭാരതവുമായി ബന്ധമുള്ള പേരുകളായ സീത, ആര്യഭട്ട, സി വി രാമൻ, ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ്, മേഘനാഥ് സാഹ എന്നിവയുമുണ്ട്. ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ബോളിവുഡ് താരം ആരാണ്? ഉത്തരം ഷാരൂഖ് ഖാൻ. ചാന്ദ്രയാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച മീറ്റിംഗ്? ഉത്തരം 1999 ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് മീറ്റിംഗ്. ചാന്ദ്രയാൻ 1 ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഉത്തരം 2003 ഓഗസ്റ്റ് 15. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചാന്ദ്രഭ്രമണത്തിലേക്ക് ചാന്ദ്രയാൻ 1 പേടകം എത്തിയ വർഷം? ഉത്തരം 2008 നവംബർ 8. ചന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന മൂൺ ഇമ്പാക്ടർ പ്രോബ് ചന്ദ്രനിലെ ഷാക്കിൾട്ടൺ പടുകുഴിക്ക് സമീപം പതിച്ച വർഷം? ഉത്തരം 2008 നവംബർ 14. ചാന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപഘടന പൂർണ്ണമാക്കിയ വർഷം? ഉത്തരം 2009 ഓഗസ്റ്റ്. ചാന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്ന തീയതി? ഉത്തരം 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 2 ഭ്രമണപഥത്തിലെത്തിയ വർഷം? ഉത്തരം 2019 ഓഗസ്റ്റ് 20. ജപ്പാനുമായി ചേർന്ന് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന ചന്ദ്രനിലെ ധ്രുവ പര്യവേഷണ ദൗത്യത്തിന്റെ പേര്? ഉത്തരം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ലൂപെക്സ്. ചാന്ദ്രയാൻ 2 പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം 5ാമത്തെ ത്രസ്റ്റർ എഞ്ചിന്റെ ഫെയിലിയർ. ചാന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ്? ഉത്തരം 386 കോടി. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ്? ഉത്തരം 615 കോടി. ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണ തീയതി? ഉത്തരം 2023 ജൂലൈ 14 2:35. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പിന്നിലെ ഇസ്രോ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ തിരുവനന്തപുരം, ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് തിരുവനന്തപുരം, UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്, സ്പേസ് ഫിസിക്സ് ലാബോറട്ടറി തിരുവനന്തപുരം, ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ, സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി. ചാന്ദ്രയാൻ 3യിലെ LVM-3 റോക്കറ്റ് രൂപപ്പെടുത്തിയത് ഏത് സ്ഥാപനമാണ്? ഉത്തരം VSSC.
ചന്ദ്രയാൻ 3യിലെ ലിക്വിഡ് എഞ്ചിനുകൾ, ത്രസ്റ്ററുകൾ തുടങ്ങിയവ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിലെ പ്രവേഗം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന സെൻസറുകൾ, ഗതി നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, തിരുവനന്തപുരം. ചന്ദ്രയാൻ 3യിലെ ചന്ദ്രയാൻ ഉപഗ്രഹങ്ങളുടെ സംയോജനം നടത്തിയ സ്ഥാപനം? ഉത്തരം UR റാവു സാറ്റലൈറ്റ് സെന്റർ, ബാംഗ്ലൂർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിവിധ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, അഹമ്മദാബാദ്. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിൽ സ്ഥാപിച്ചിട്ടുള്ള ചാസ്തെ, ലാറ്റ്മിയർ എന്നീ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം സ്പേസ് ഫിസിക്സ് ലബോറട്ടറി, തിരുവനന്തപുരം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ട്രാക്കിംഗ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ഉത്തരം ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്, ബാംഗ്ലൂർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ സോളിഡ് മോട്ടോർ തയ്യാറാക്കിയതും വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുമായ സ്ഥാപനം? ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ദ്രവ്യ എഞ്ചിൻ, ക്രയോജനിക് ഫ്ലൂയിഡുകൾ എന്നിവ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനം? ഉത്തരം ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ്, മഹേന്ദ്രഗിരി. നിലവിലെ ഇസ്രോ മേധാവിയും ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായ മലയാളി? ഉത്തരം S സോമനാഥ്. നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി? ഉത്തരം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. നിലവിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ഡയറക്ടർ? ഉത്തരം ഡോക്ടർ K രാജീവ്. LVM-3M4 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഉത്തരം S മോഹനകുമാർ. ചന്ദ്രനും ഭൂമിക്കും തമ്മിലുള്ള ശരാശരി ദൂരം? ഉത്തരം 3,84,000 കിലോമീറ്റർ. ചന്ദ്രനിൽ ഏറ്റവും വേഗത്തിലെത്തിയ ലാൻഡർ ദൗത്യം? ഉത്തരം അപ്പോളോ 11. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിനും റോവറിനും ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സോളാർ പാനലുകൾ വഴി. ചന്ദ്രയാൻ 3യെ ബഹിരാകാശത്തേക്ക് വഹിച്ച റോക്കറ്റ്? ഉത്തരം LVM-3M4 റോക്കറ്റ്. ചന്ദ്രയാൻ 3യുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ? ഉത്തരം ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മൊത്തം ഭാരം? ഉത്തരം 3,900 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ഭാരം? ഉത്തരം 2,148 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ ഭാരം? ഉത്തരം 1,726 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ ഭാരം? ഉത്തരം 26 കിലോഗ്രാം. ലാൻഡറും റോവറും ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവയുടെ ആയുസ് എത്രയാണ്? ഉത്തരം 14 ദിവസം. ചന്ദ്രയാൻ 3യിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളുടെ എണ്ണം? ഉത്തരം 7. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ചാസ്തെ, രംഭ LP, ഇൽസ, പാസീവ് ലേസർ റെട്രോഫ്ലക്ടർ അറേ. ചാസ്തെ എന്ന ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം ചന്ദ്രമണ്ണിന്റെ താപനില പരിശോധിക്കാൻ. രംഭ LP ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം മണ്ണിലെ വൈദ്യുത കാന്തിക സ്വഭാവവും പ്ലാസ്മ സാന്ദ്രതയും പരിശോധിക്കുവാൻ. ഇൽസ ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം ചന്ദ്രനിലെ കമ്പനങ്ങൾ അളക്കാൻ. ചന്ദ്രയാൻ 3യിലെ റോവറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ആൽഫ കണിക, എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ചന്ദ്രയാൻ 3യിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സ്പെക്ട്രോപോളറിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ചന്ദ്രയാൻ 3നെ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ഇറക്കുവാൻ ശ്രമിക്കുന്നത്? ഉത്തരം ദക്ഷിണ ധ്രുവത്ത്. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ? ഉത്തരം വിക്രം.
ചാന്ദ്രയാൻ 3യുടെ റോവർ? ഉത്തരം പ്രാഗ്യാൻ. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ പദ്ധതി? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2009 ഓഗസ്റ്റ് 29. ചാന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം 312 ദിവസം. ചാന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാണ്? ഉത്തരം ജെഎൻ ഗോസ്വാമി. ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം എം അണ്ണാദുരൈ. ചാന്ദ്രയാൻ 1ന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ? ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ? ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ചാന്ദ്രയാൻ 1നെ ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം? ഉത്തരം PSLV C-11. ചാന്ദ്രയാൻ 1ന്റെ ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രയാനിലുണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തിയത് എന്നായിരുന്നു? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചാന്ദ്രയാൻ 1മായി സഹകരിച്ച വിദേശ രാജ്യം? ഉത്തരം അമേരിക്ക. ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മിനിസാർ. ചാന്ദ്രയാൻ 1ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്.